നമസ്കാരം തിരുമേനി. നമസ്കാരം. എന്താ തിരുമേനി, ഒരു ശനീശ്വര പൂജ ചെയ്യണം. ശനീശ്വര പൂജ ആർക്കാ ചെയ്യാനുള്ളത്? ഇവൾക്ക്. ഇരിക്കെ. അല്ല, ഈ സാറേതാ? ഇതെന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോനാ. സാറിന്റെ നാളേതാ? പൂരം. പൂരത്തിനും ശനീശ്വര പൂജ നല്ലതാ. ഇങ്ങോട്ടിരിക്കാൻ പറയൂ. രണ്ടുപേർക്കും കൂടി ഒരുമിച്ചങ്ങ് ചെയ്യാം. അതൊന്നും വേണ്ട, എനിക്ക് പോണം. ആനന്ദേ, ഇരിക്ക്. ഏതായാലും 2 മിനിറ്റ് കാര്യല്ലേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങ് ചെയ്തേക്കാം. ഒന്നാമത് ചേച്ചി നിന്റെ കല്യാണ ആലോചനയൊക്കെ തുടങ്ങി. അപ്പൊ എല്ലാ ദോഷങ്ങളും തീരണം. അറിയില്ലേ, കല്യാണ സമയത്ത് ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലേ സ്വാമി? കല്യാണ സമയത്ത് വരനോ വധുവിനോ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പിറക്കാൻ പോകുന്ന കുട്ടിയെ വരെ ബാധിക്കുമെന്നാ ശാസ്ത്രം. ദോഷപരിഹാരം എപ്പോഴും നല്ലതാ. ഇരിക്കാനന്തേ, ഇളയമല്ലേ പറയുന്നേ, ഇരിക്കേ. അത് വേണ്ട ഇളയമേ, ജയന്തിയുടെ പൂജ നടക്കട്ടെ, എനിക്ക് പിന്നൊരിക്കലാവാം. അത് ശരിയാ. ഇളയമ്മ പറഞ്ഞതുകൊണ്ടല്ലേ ആനന്ദ് ചെയ്യാത്തത്. ഞാനതങ്ങ് മറന്നു. ഇളയമ്മ ഒരിക്കലും അമ്മയ്ക്ക് തുല്യാകില്ലല്ലോ. അഖിലേച്ചി പറഞ്ഞിരുന്നെങ്കിൽ ആനന്ദ് പൂജയ്ക്ക് ഇരിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. അല്ലെങ്കിലും അത് എപ്പോഴും അങ്ങനെ. ഇളയമ്മ എന്തിനെങ്ങനെ ഫീൽ ആവുന്നത്? ആനന്ദിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇളയമ്മ പറഞ്ഞത്. എനിക്കെന്റെ മോനെ പോലെയല്ലേ ആനന്ദ്. അതെന്താ ആനന്ദ് മനസ്സിലാക്കാത്തെ? ഞാൻ നിന്റെ നന്മയാ കരുതിയത്. ഇത് ചെയ്തതുകൊണ്ട് ഒരു ദോഷമൊന്നും നിനക്കില്ലല്ലോ, ഉണ്ടോ? ശരി, വിഷമം വേണ്ട. ഇളയമ്മയ്ക്ക് വേണ്ടി 2 മിനിറ്റ് ഇരിക്കാം. തിരുമേനി, പെട്ടെന്ന് വേണം. ആനന്ദിന് ഓഫീസിൽ പോകാനുള്ളതാ, പെട്ടെന്ന്. ശരി ശരി, തുടങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പൊ തീരും.